അതായത് ഇപ്പൊ റുഡിഗർ വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു സ്റ്റോട്ടർബക്ക് പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് തീരുന്ന ഡിഫൻസ് ആണ് ജർമ്മനിക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ കോച്ചിന്റെ ടാറ്റിക്സ് എന്താണ്? ആ കോച്ചിന്റെ ടാറ്റിക്സിന്റെ ഒരു ഫെയിലിയർ ആണ്. അതായത് ഒറ്റ പ്ലെയർ പോയി കഴിഞ്ഞാൽ തീരുന്നതാണ് ജർമ്മനിയുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. കാലങ്ങളായിട്ട് ജർമ്മനിക്ക് നല്ല നല്ല ലോകോത്തര ഡിഫൻഡർമാരുണ്ട്. ലാമും ബെക്കംബോറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചരിത്രം നല്ലതാ. അവിടെ ഒരു പ്ലെയർ പോകുമ്പോഴേക്ക് തീരുന്നതാണ് ഈ ഡിഫൻസ് എങ്കിൽ ആ കോച്ച് ഈ എത്ര 36 38 വയസ്സൊന്നും ഇനി ഇവിടെ പ്രാധാന്യമല്ല. ആ കോച്ചിന്റെ ടാറ്റിക്സിന്റെ ഫെയിലിയർ ആണ്. അപ്പൊ ഒരു പ്ലെയറിന്റെ മോശം പ്രകടനം എന്നിട്ട് ആ പ്ലെയറിന്റെ ക്ലബിനെ പറ്റി കുറ്റം പറയാ, അല്ലാതെ ടീമിന്റെ മോശം പ്രകടനം സമ്മതിച്ചു തരാതിരിക്കുക, അതൊക്കെ ഒരു മറ്റേ നമ്മൾ പറയില്ലേ കുറെ കാലത്തിന് ശേഷം ഗ്രൂപ്പ് ഘട്ടം കടന്നപ്പോ അതിനങ്ങനെ അല്ല ന്യായീകരിച്ച് ന്യായീകരിച്ച് തേച്ച് മിനുക്കി നമ്മളിങ്ങനെ കൊണ്ടുവരിക. നൂറേനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുമ്പോഴും നിങ്ങള് കെയ്പ്പറുതിയോട് സമനില വഴങ്ങിയ ടീമാണ്. പറ പറ അത് പറ വേറെ. അപ്പൊ നിങ്ങൾക്ക് മറുപടി വലിയ പറ. ശബ്ദമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാം. കാരണം ഞങ്ങള് മൊറോക്കോയുടെ സമനില വഴങ്ങിയത്. അവര് നമ്മൾ 7ാം സ്ഥാനക്കാരാണ്. മറ്റ് 2 മത്സരങ്ങൾ നമ്മൾ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലൊരു ശബ്ദമുണ്ടോ?